ഞാനിപ്പം മുംബൈയിലെത്തി. ഞാൻ ലണ്ടനിൽ കയറിയപ്പം ഒരു 10 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ്സ് പറഞ്ഞ്. പക്ഷേ ലണ്ടനിൽ നിന്ന് അത്രയൊക്കെ ഫ്രീ ആയിട്ടാണെങ്കിലും നമ്മളിപ്പം UK-യിൽ നിന്ന് നമ്മൾ എയർ ഇന്ത്യ വഴി ആണ് ഇന്ത്യയിൽ വരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏത് എയർപോർട്ടിലാണോ നമ്മൾ ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് അവിടെയാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ്. ആ ചേഞ്ചസ് കുറച്ച് നാളായി വന്നത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഈ ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ചെക്ക് ഇൻ ബാഗേജസ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിൻസും കാര്യങ്ങളും എല്ലാം ചെയ്യണം. വീണ്ടും സെക്യൂരിറ്റി ചെക്കുണ്ട്. അവിടെ വരുമ്പോൾ 100 ml കൂടുതലുള്ള ലിക്വിഡ്സ് ഒന്നും പറ്റത്തില്ല. ഈവൻ ഇഫ് നമ്മൾ കയറിക്കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ, ഇപ്പം ലണ്ടൻ ഡ്യൂട്ടി ഫ്രീ എന്ന് മേടിച്ച സാധനങ്ങളാണേലും ഫ്ലൈറ്റിൽ നിന്ന് അവർ പറയുന്നത് നമ്മുടെ ചെക്ക് ഇൻ ബാഗേജ് കളക്ട് ചെയ്തിട്ട് ആ ബാഗേജ് തിരിച്ച് കയറ്റി വിടണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ 1-2 ആൾക്കാർ ഞാൻ കണ്ടു ഡ്യൂട്ടി ഫ്രീ നിന്ന് ലിക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചത്. ബാഗ് സീൽഡ് ആണെങ്കിൽ ഇവരൊന്നും പറയുന്നില്ല. പക്ഷേ അൺസീൽഡ് ആയിട്ടുള്ള ബാഗോ മോർ ദാൻ ലണ്ടനിൽ പറയുന്ന പോലെ 2 ലിറ്റർ വരെയുള്ള ബാഗ്സ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത് മുംബൈയിലോ ഡൽഹിയിലോ ബോംബെയിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് അത് ചെക്ക് ഇൻ ബാഗേജിൽ കയറ്റി വിടണം. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 3 hours അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾക്ക് ലേ ഓവർ ഉള്ള ഫ്ലൈറ്റ്സ് നിങ്ങൾ എടുക്കുക. എയർ ഇന്ത്യയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനെങ്കിൽ മിനിമം ഒരു 2.5 മണിക്കൂറെങ്കിലും, 1 മണിക്കൂറിനൊന്നും എടുക്കില്ല. കാരണം ഇമിഗ്രേഷൻ ക്യൂ ഭയങ്കര ലോങ് ആണ്. അതിപ്പം ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിലും OCI-കാരാണെങ്കിലും കാർഡാണെങ്കിലും എല്ലാവർക്കും ഇമിഗ്രേഷൻ്റെ ക്യൂ ഭയങ്കര ലോങ്ങാണ്. അങ്ങനെ വരുമ്പോഴത്തേന് മേ ബി നിങ്ങൾക്ക് ഓൺ ടൈമാവും. എനിക്കിപ്പം ഞാൻ 2 മണിക്ക് എത്തി, 5 മണിക്കേ ഉള്ളൂ. 3 മണിക്കൂർ എനിക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം കഴിഞ്ഞ് ആദ്യം ഇമിഗ്രേഷൻ കഴിഞ്ഞു, പിന്നെ ബാഗേജ് കളക്ട് ചെയ്തു, ബാഗേജ് ചെക്ക് ഇൻ ചെയ്തു, അതുപോലെ തന്നെ അടുത്ത കസ്റ്റംസ് ക്ലിയർ ചെയ്തു, പിന്നെ അടുത്ത സെക്യൂരിറ്റി ക്ലിയർ ചെയ്തു. അതിനകത്ത് എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസ്, ഒരു ചെറിയൊരു ഹെഡ്ഫോൺ പോലും, ചാർജർ പോലും എല്ലാം പുറത്ത് എടുത്ത് വെച്ച് ട്രെയിൽ വെച്ച് ആസ് യൂഷ്വൽ നമ്മുടെ നോർമൽ കാര്യങ്ങൾ തന്നെ എല്ലാം ചെയ്ത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീസ്കാനും ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ ഗേറ്റിൽ വന്നപ്പം 3:50 ഇപ്പോൾ ബോർഡിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾ എയർ ഇന്ത്യ വഴി ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്.